പകർച്ചവ്യാധികളുടെ പിടിയിൽ സംസ്ഥാനം. പനി ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസവും കുറവില്ല. ഇന്നലെ സംസ്ഥാനത്ത് 4 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം എലിപ്പനി ബാധിച്ച് കൊല്ലം സ്വദേശിക്ക് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി ബാധിച്ച് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം അതിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വലിയ ജാഗ്രത ജനങ്ങൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കാറുള്ളത്. ഏറ്റവും പ്രധാനമായി എലിപ്പനി, ഡെങ്കിപ്പനി, പകർച്ചപ്പനി എന്നിവയാണ് ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ ഒരു ജാഗ്രത ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പും പങ്കുവയ്ക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ ഷിഗല്ല ബാധിച്ചത് 109 പേർക്കാണ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 4 പേർക്കാണ് ഷിഗല്ല ബാധയുണ്ടായത്. ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ടതിൻ്റെ കണക്ക് ഒന്ന് കുറഞ്ഞു നിൽക്കുകയായിരുന്നു. വീണ്ടും ഒരു ഉയർച്ച കാണുന്നത് ആശങ്കപ്പെടുത്തുകയാണ്. പനിബാധിതരുടെ എണ്ണം ഇപ്പോഴും 10,000-ലധികമാണ് സംസ്ഥാനത്ത് പനിക്കായി ചികിത്സ തേടുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലും പനിബാധിതരുടെ എണ്ണം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം 11,713 പേരാണ് പനിക്കായി ചികിത്സ തേടിയത്. ആശങ്കയായി നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി ഡെങ്കിപ്പനിയാണ്. ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ളവ ആരോഗ്യവകുപ്പ് ഒരു മാസം മുമ്പ് ആചരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രിയാത്മകമാകണം, നന്നായി മുന്നോട്ട് പോകണമെന്ന ആവശ്യം കൂടി ഉയരുന്നത് ഈ ഘട്ടത്തിലാണ്. കാരണം ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ ഉയർച്ചയുണ്ട്. 2 ദിവസം മുൻപാണ് 2 പേർ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഡെങ്കിപ്പനി മൂലം മരിച്ചത്. 100 പേർക്ക് കൂടി സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വരികയാണ്. 322 പേർ ഇപ്പോൾ എന്തായാലും നിരീക്ഷണത്തിലാണ്. എലിപ്പനിയാണ് ഇന്നലെ ഒരു ജീവൻ എടുത്തത്. സംസ്ഥാനത്ത് എലിപ്പനി മൂലം ഇന്നലെ ഒരാൾ മരിച്ചു. കൊല്ലം ചിതറ സ്വദേശിയായ 82-കാരിയാണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും എലിപ്പനി കൂടി ഒരു ജീവൻ എടുക്കുകയാണ്. കൃത്യമായ പ്രതിരോധം ഒരുക്കേണ്ടത് വ്യക്തികളാണ്. ഈ പ്രതിരോധ പ്രവർത്തനം തുടങ്ങേണ്ടതും ഓരോ വ്യക്തിയിൽ നിന്നുമാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.